ഹേ ഗൈസ്, കുട്ടികളുള്ള വീട്ടിലുള്ള പ്രധാന പ്രശ്നമായിരിക്കുമല്ലോ ഈ മെമ്പേഴ്സ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത്. ഞാനിങ്ങനെ മെത്തേഡ് സെർച്ച് ചെയ്തപ്പോൾ കുറേ ചാനലിൽ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ജെല്ല് മാത്രം കളയുന്ന രീതി. പക്ഷെ ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അതിൽ ജെല്ല് കളഞ്ഞ് ബാക്കി വരുന്ന പ്ലാസ്റ്റിക് പഞ്ഞികളും ഉണങ്ങാൻ വേണ്ടി 2-3-4 ദിവസം എടുക്കും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കൊണ്ട് വീട്ടിൽ ജെല്ല് വേഗമൊന്നും പോകില്ല. ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പിന്നെ കുറേ പ്രാവശ്യം കഴുകിയിട്ടെല്ലാം കളയേണ്ടി വരും. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ആ പാമ്പേഴ്സിൽ മൂത്രമായ ഭാഗം മാത്രമല്ല വീർക്കുള്ളൂ, വല്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്തത് ഉണങ്ങും, ഡയറക്റ്റ് ഉണങ്ങും വേഗം. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ മൂത്രമുള്ള ആ ഭാഗം മാത്രം ജെല്ല് കളയാം. അപ്പോൾ ജെല്ല് അങ്ങനെ കളയുന്ന സമയത്ത് ജെല്ലെല്ലാം ഡയറക്റ്റ് പോവുകയും ചെയ്യും. അപ്പോൾ പഞ്ഞിയുള്ള ഭാഗം നനവാവില്ല. അങ്ങനെ മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ഈ മുറിച്ചതിൻ്റെ കൂടെ തന്നെ ഈ പഞ്ഞിയും പ്ലാസ്റ്റിക്കൊക്കെ ഇടും. പിന്നെ ജെല്ല് ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് എല്ലാം ആയതിനു ശേഷം കുറച്ച് ആ ജെല്ല് ഫുള്ള് വീർത്തിട്ടുണ്ടാവില്ല, വെള്ളത്തിലിടാത്തുള്ളൂ. കുട്ടികളെ കുറച്ചെല്ലാം മൂത്രമൊക്കെ ഉണ്ടായിട്ട്, അതുകൊണ്ട് ബാക്കി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ സമയത്ത് കല്ലുപ്പില്ല, നമ്മളെ കല്ലുപ്പിടും. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം ഇടും. കുറച്ചധികം ഇട്ടാലേ ഇത് ശരിക്കും ലയിക്കുള്ളൂ. പിന്നെ ഒരു വടി കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് വൃത്തിയാക്കിയാലും കുറച്ച് പനി ഇതിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കാനൊന്നുമില്ല. ഒരു വണ്ടിക്കുള്ളിൽ വെച്ചാൽ ശരിക്കും ലയിച്ച് കിട്ടും. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും മറിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ.